നിതിൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ സരിൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ വലിയ കണക്കൂട്ടലൊക്കെ കൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം കുറച്ചാൽ ഒരു 1,35,000 വോട്ട് 1,35,000 വോട്ടാണ് ആകെ വരിക. ആ വോട്ടാണ് മൂന്ന് മുന്നണികളുമായി വീതിക്കേണ്ടി വരിക. അപ്പോൾ അതായത് ഓൺ ആൻ ആവറേജ് 45,000 എന്നുള്ളതാണ് ഒരു പോരാട്ടത്തിൽ, ത്രികോണ മത്സരത്തിൽ വേണ്ട ഒരു ഫിഗർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കയറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ CPIM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ കണക്കുകളിൽ കണ്ടിട്ടുള്ളൊരു ബേസ് വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പരമാവധി 40,000 എന്ന നിലയിലാണ്. പക്ഷേ നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് ജയത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കണക്കുകൂട്ടൽ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുമോ നിതിൻ? ഇനി ഒരു രാത്രിയുടെ ദൂരം മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഞങ്ങളുടെ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നതും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ 2021 തിരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനെ പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് BJP നേടിയ വോട്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയില്ല എന്ന് എല്ലാവരും കാര്യമാണ്. രണ്ടാമത് ശ്രീധരൻ, അതെ 50, അതെ നോക്കൂ, ആ തെരഞ്ഞെടുപ്പിൽ 50,000-ത്തിലധികം വോട്ട് നേടിയ BJP നിലവിൽ മത്സരിക്കുന്ന, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടുകൾ ഏതാണ്ട് 7,000-ത്തിലധികം കുറയുന്ന നിലയാണ് ഉണ്ടായത്. വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം, പൊതുവിൽ ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആണ്. എന്നിട്ട് പോലും 43,072 എന്ന വോട്ടിലേക്ക് ചുരുങ്ങുകയാണ് BJPയെ സംബന്ധിച്ചുണ്ടായത്. കോൺഗ്രസിലാണെങ്കിൽ കഴിഞ്ഞ തവണ BJPക്ക് ജയമുണ്ടായേക്കുമോ എന്ന ഭയത്തിൽ മതനിരപേക്ഷമായ ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ എല്ലാം വോട്ട് കോൺഗ്രസിലേക്ക്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലേക്ക് BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ടാവും. ആ വോട്ട് ഇപ്രാവശ്യം എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ രാഹുലിനും കിട്ടുമെന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളും അത് കരുതുന്നില്ല. സ്വാഭാവികമായും 21 ആ ഒരു ഫിയർ ഫാക്ടർ കൂടി ചേർത്ത് ഷാഫി എന്ന് നേടിയത് 54,079, ശ്രീധരൻ നേടിയത് 50,220. ആ മാർജിനാണ് അവിടെ വന്നിട്ടുള്ളത്. അന്ന് LDF നേടിയിട്ടുള്ളത് 36,433 വോട്ടുകളാണ്. അതാണ് ഞാൻ പറഞ്ഞ ബേസ് വോട്ട് എന്ന് പറയുന്നത്. 36-നും അപ്പുറം ഇടതുമുന്നണി കാണുന്നത് എത്രയാണ്? 40 ആണോ? 40-ൽ നിന്നും 45,000 കടന്ന് മുകളിലോട്ട് പോകുന്നൊരു ഘട്ടം. സ്വാഭാവികമായും അങ്ങനെ വന്നാൽ, ഇടതുമുന്നണിയുടെ കണക്കൂട്ടൽ അങ്ങനെ പോയാൽ, മറുഭാഗത്ത് BJPയുടെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വോട്ടുകളിൽ കുറവും സംഭവിക്കും. ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കണക്ക് ശാസ്ത്രം പോകുന്നത്. ആ നിലയ്ക്കൊരു സാധ്യത അവസാന കണക്കൂട്ടലുകളിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. LDF-ന് ഈ മണ്ഡലത്തിൽ ഒരു 40,000-ത്തോളം വോട്ട് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും കിട്ടുന്ന, പാലക്കാട് നഗരസഭയിൽ നോക്കിയാൽ ഏതാണ്ട് ഒരു 20,000-ത്തോളം, ഒരു 18,000-ന് മുകളിലുള്ള വോട്ട് പാലക്കാട് നഗരസഭയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിനകത്ത് ഒരു 7,000-ത്തോളം വോട്ടുകളുണ്ട്. ഏതാണ്ട് 9,000-ന് മുകളിൽ വോട്ട് മാത്തൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലുമുണ്ട്. അപ്പോൾ ഒരു 40,000-ന് മുകളിലുള്ള വോട്ട് LDF-ന് അടിസ്ഥാനപരമായി തന്നെ ഏതു സാഹചര്യത്തിലും ലഭിക്കാവുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ട് കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുന്നതിന് ഞങ്ങളുടെ സംഘടനാ മിഷണറിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം ഈ പാലക്കാട് 2 സ്ഥാനാർത്ഥികൾക്കിടയിലും, കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി വലിയ അസംതൃപ്തി അവരുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, സ്ഥിരമായി അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ വോട്ടുകളും ഇടതുപക്ഷത്തേക്കാണ് ഇപ്രാവശ്യം വരിക. ഒരു ചോദ്യം കൂടി, സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ നിതിനോട് തന്നെയാണ്. നിതിൻ ഈ പറഞ്ഞത് ആ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിതിൻ ഈ പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ, നേരത്തെ അനൂപ് പറഞ്ഞൊരു കാര്യം, ഒരു സത്യം അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അപ്രതീക്ഷിതമായി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അതോടുകൂടി കോൺഗ്രസിനകത്ത് ഉള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ യാഥാർത്ഥ്യമാകുന്നു, കുറേ ആളുകൾ ഇറങ്ങിപ്പോരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വന്നപ്പോഴേക്ക് 2021 പോലെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് UDF-ന് വോട്ട് ചെയ്യണമെന്നൊരവസ്ഥയിലേക്ക് പാലക്കാട് മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാൻ ഈ കണക്കുകൾ ഇന്നത്തെ ദിവസമായതുകൊണ്ട് പ്രാധാന്യമുള്ളതുകൊണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ 44,086 LDFിൻ്റെ വോട്ട്. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 44,438. 2021 സാഹചര്യം അറിയാം. BJPക്കെതിരെ ശ്രീധരൻ വന്നപ്പോൾ BJPയെ തോൽപ്പിക്കാൻ UDF എന്ന് പറയുന്ന ക്യാമ്പയിൻ രൂപപ്പെട്ടപ്പോൾ ഈ 44,000 വരെയൊക്കെ പോയ അവിടുത്തെ വോട്ട് ഷെയർ 36,433 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യം ഒരു ഉപതെരഞ്ഞെടുപ്പിലില്ല എന്നുള്ളതൊരു വസ്തുത. അത് UDFും അംഗീകരിക്കും, BJPയും അംഗീകരിക്കും. അവിടെ ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ വിഷയമായ പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ അതൃപ്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സരിൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ അധികമായി വോട്ട് വരണ്ടേ? അങ്ങനെ കൂടി വന്നാലല്ലേ ഒരു വിജയത്തിലേക്ക് ഇടതുമുന്നണിക്ക് പോകാനാകൂ. അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? അങ്ങനെ ഒരു പ്രതീക്ഷയും കണക്കൂട്ടലും ഇടതുമുന്നണിക്കുണ്ടോ? നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം ഒരു പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സ്വതന്ത്രനായി സരിനെ മത്സരിപ്പിക്കുന്നതിന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും അസംതൃപ്തമായ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ട് സരിനിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരിക. നിങ്ങൾ നോക്കൂ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 43,000-44,000 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമാഹരിക്കാവുന്ന വോട്ടുകളായി തന്നെ പാലക്കാട് ഈ മണ്ഡലത്തിനകത്തുണ്ട്. അതിനു പുറമെ ഏതാണ്ട് ഒരു 2,500 വോട്ട് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ പോലും 47-48 എന്ന ഫിഗറിലേക്ക് ഇടതുപക്ഷത്തിന് വോട്ടിംഗ് നില ഉയർത്താൻ വേണ്ടി കഴിയും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. മാത്രമല്ല BJPക്ക് ഇവിടെ സംഭവിക്കാൻ വേണ്ടി ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. ആ കണ്ണാടി പഞ്ചായത്തിലൊക്കെ BJPക്ക് കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി BJPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നിന്ന് അല്ലെങ്കിൽ ബൂത്തുകളിൽ നിന്ന് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വോട്ടുകളിൽ വലിയ കുറവുണ്ടാവും. പാലക്കാട് നഗരത്തിൽ വലിയ പ്രതിഷേധമാണ് BJPയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും ഇതെല്ലാം വരുമ്പോൾ പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സരിന് ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ വിജയപ്രതീക്ഷ പങ്കുവെച്ച BJPയുടെയും കോൺഗ്രസിൻ്റെയും സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് അവരുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ പോലും BJPക്ക് ഈ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ഏതാണ്ട് 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അതിനു പുറമെ പ്രായിരി, മാത്തൂര്, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും വലിയ ചെറിയ മാർജിൻ മാത്രം 1ാം സ്ഥാനത്തുള്ളവരുമായി വെച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റണം. ഒരിക്കലും സാധ്യതയില്ലാത്തതാണ്. കണ്ണാടി, മാത്തൂർ, പ്രായിരി പഞ്ചായത്തുകളിൽ അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കില്ല എന്ന് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏത് നിലയിലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ BJP ജയിക്കും എന്ന വാദത്തെ തൽക്കാലം അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നാൽ പോലും കോൺഗ്രസിൻ്റെ 10,000-14,000 വോട്ട് കുറയുന്ന സാഹചര്യം ഇപ്പോൾ തൃശ്ശൂരൊക്കെ തൃശ്ശൂരിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ K മുരളീധരൻ 86,000 വോട്ട് കുറഞ്ഞപ്പോൾ അത്രയും വോട്ടുകൾക്ക് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചതുപോലെയുള്ള സാഹചര്യം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാകണം. അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം അവസാന ചിത്രം വന്നെത്താൻ വേണ്ടി പോകുന്നത് LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്കാണ് എന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. ശരി.